നമസ്കാരം. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ LDFന്റെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ CPI 4 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇന്ന് CPM അവർക്കുള്ള 16 സീറ്റിൽ 15 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗികമായി നാളെ അവർ പ്രഖ്യാപിക്കും. പൊന്നാനി ഒഴികെ 15 സീറ്റുകളിലും ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് CPM തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മുതൽ CPMന്റെ ചർച്ചകൾ പൂർത്തിയായതിനു ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ ലിസ്റ്റ് മണ്ഡലം കമ്മിറ്റികളിൽ ഏൽപ്പിക്കുകയും മണ്ഡലം കമ്മിറ്റികൾ അംഗീകാരത്തെ തുടർന്ന് തിരിച്ചെത്തുകയും ചെയ്തതിനു ശേഷം അന്തിമമായ ലിസ്റ്റ് ഇപ്പോൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സംസ്ഥാന സമിതിക്ക് സമർപ്പിച്ചു. CPMന്റെ സംസ്ഥാന സമിതി 15 അംഗങ്ങളുടെ ലിസ്റ്റും അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പൊന്നാനിയിൽ PV അൻവറെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള തീരുമാനത്തിൽ മാത്രം അന്തിമമായി തീരുമാനമെടുത്തിട്ടില്ല. അവിടെ ഒരു പൊതു സ്വതന്ത്രനെ പരിഗണിക്കുന്നതിനാൽ ആ സീറ്റിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനമായിട്ടില്ല. പ്രാദേശിക തലത്തിൽ ഉണ്ടായ ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനം ഉണ്ടായപ്പോഴും ഒരേ ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാത്രമേ മാറ്റമുണ്ടായിട്ടുള്ളൂ. അത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ ഇന്നസെന്റിന് തന്നെ വീണ്ടും സീറ്റ് കൊടുക്കുക എന്നുള്ള തീരുമാനം എത്തിയിരിക്കുന്നത്. മുൻപ് ഇന്നസെന്റ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല എറണാകുളത്ത് പരിഗണിക്കുന്ന കാര്യം മുൻപ് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ അന്തിമമായ തീരുമാനം ഉണ്ടായിരിക്കുന്ന ലിസ്റ്റിൽ ഇന്നസെന്റ് തന്നെയാണ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെ വന്നിരിക്കുന്നത്. CPMന്റെ 15 ഇടങ്ങളിലെയും സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ ഇങ്ങനെയാണ്. ആറ്റിങ്ങൽ നിലവിലുള്ള സിറ്റിംഗ് MP കൂടിയായ സമ്പത്ത് തന്നെ തുടരും. ആറ്റിങ്ങലിലെ സമ്പത്തിന്റെയും പാലക്കാട് MP രാജേഷിന്റെയും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആദ്യം ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. CPMന്റെ പതിവ് രീതി അനുസരിച്ച് ഇത്രയധികം കാലം ആർക്കും അവസരം കൊടുക്കണ്ട എന്ന തരത്തിലുള്ള ചർച്ചയുണ്ടായി. എന്നാൽ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും MP എന്ന നിലയിൽ ഇവരുടെ രണ്ടുപേരുടെയും മികവ് പരിഗണിച്ചുകൊണ്ട് ആറ്റിങ്ങലിൽ സമ്പത്തിനും പാലക്കാട് MP രാജേഷിനും അനുവദിച്ചു. അതുപോലെ തന്നെ ആലത്തൂരിൽ PK ബിജുവിനെതിരെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായെങ്കിലും 2 സിറ്റിംഗ് MPമാരെ പരിഗണിച്ച സാഹചര്യത്തിൽ ആലത്തൂരിലെ PK ബിജുവിനും വീണ്ടും അവസരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൊല്ലത്തെ മുൻപ് പറഞ്ഞു കേട്ടിരുന്നത് പോലെ തന്നെ KN ബാലഗോപാൽ ആയിരിക്കും സ്ഥാനാർത്ഥി. KN ബാലഗോപാൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥിത്വം എറണാകുളത്താണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ P രാജീവാണ് സ്ഥാനാർത്ഥിയാകുന്നത്. ഇവർ രണ്ടുപേരും കൊല്ലത്തെയും എറണാകുളത്തെയും ജില്ലാ സെക്രട്ടറിമാരായിരുന്നു മുൻപ്. എന്നാൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കയറിയതോടുകൂടി രണ്ടുപേരും ജില്ലാ സെക്രട്ടറി സ്ഥാനം മാറിയിരുന്നു. അങ്ങനെ 2 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കൊല്ലത്ത് KN ബാലഗോപാലും എറണാകുളത്ത് P രാജീവുമാണ്. പത്തനംതിട്ടയിൽ വീണ ജോർജ് MLA ആണ് സ്ഥാനാർത്ഥി എന്ന് അന്തിമമായി തീരുമാനമായിരിക്കുന്നു. രാജു എബ്രാഹിമിനെ പരിഗണിച്ചെങ്കിലും രാജുവിനെ ഒഴിഞ്ഞു പോകാൻ ഒരു താല്പര്യം കാണിച്ചിരുന്നു. ഒടുവിൽ പാർട്ടി തന്നെ തീരുമാനിച്ചതിന് ശേഷം പ്രത്യേകമായ സാമുദായിക പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ വീണ ജോർജിനെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ 3 MLAമാരാണ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ പത്തനംതിട്ടയിലെ വീണ ജോർജാണ്. പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും അടങ്ങുന്ന മണ്ഡലമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. അവിടെ വലിയ പ്രതീക്ഷയോടുകൂടി വീണ ജോർജിനെ തന്നെ നിയമിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ MA ആരിഫാണ്, അരൂർ MLA MA ആരിഫാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവുക. ഇടുക്കിയിൽ സിറ്റി MP കൂടിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് വീണ്ടും സ്ഥാനാർത്ഥിയാവും. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ജോയിസ് ജോർജ്. അദ്ദേഹം തന്നെ തുടർന്നും ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാവും. ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥിത്വ നിർണയം വന്നിരിക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്തെ ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോളുടെ പേര് പരിഗണിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം സ്ഥാനാർത്ഥിയായി സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകരിച്ചിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയായ VN വാസവനെയാണ്. ഇതോടെ പാർട്ടിയുടെ 2 ജില്ലാ സെക്രട്ടറിമാർ സ്ഥാനാർത്ഥികളാവുകയാണ്. കോട്ടയത്തെ VN വാസവൻ മുൻപ് കോട്ടയം MLA ആയിരുന്നു. കോട്ടയം VN വാസവനൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ സ്ഥാനാർത്ഥി നിർണയം സംഭവിച്ചിരിക്കുന്ന വടകരയിൽ P ജയരാജൻ മത്സരിക്കുന്നു എന്നാണ്. P ജയരാജൻ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ P ജയരാജനും VN വാസവനും അടക്കം 2 സ്ഥാനാർത്ഥികളെയാണ്, 2 ജില്ലാ സെക്രട്ടറിമാരെയാണ് ഇക്കുറി
സ്ഥാനാർത്ഥിയായി നിർണയിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ ഇന്നസെന്റിന്റേതും അപ്രതീക്ഷിതമായ നിയമനമായിരുന്നു. ചാലക്കുടിയിൽ സിറ്റിംഗ് എംപിയെ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. മലപ്പുറത്തെ SFI കേന്ദ്ര കമ്മിറ്റി അംഗമായ VP സാനു ആയിരിക്കും സ്ഥാനാർത്ഥി. ആലത്തൂരെ PK ബിജു തന്നെ സ്ഥാനാർത്ഥിത്വവും പാലക്കാട് MP രാജേഷ് സ്ഥാനാർത്ഥിത്വവും ഉറപ്പിച്ചപ്പോൾ അന്തിമ തീരുമാനമായപ്പോൾ കോഴിക്കോട് ഇപ്പോൾ പറഞ്ഞു കേട്ട പോലെ തന്നെ പ്രദീപ് കുമാർ MLA ആയിരിക്കും. അങ്ങനെ 3 സിറ്റിംഗ് MLA-മാർ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നു. കോഴിക്കോട് പ്രദീപ് കുമാറും, ആലപ്പുഴയിൽ ആരിഫും, പത്തനംതിട്ടയിൽ വീണ ജോർജും, അങ്ങനെ 3 MLA-മാർ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. കോഴിക്കോട് പ്രദീപ് കുമാറിന്റെ പ്രാദേശിക തലത്തിലുള്ള സ്വാധീനവും MLA എന്ന നിലയിലുള്ള മികച്ച പ്രകടനവും തന്നെയാണ് MK രാഘവനോട് മാറ്റൊരുക്കാൻ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന തീരുമാനത്തിലെത്തിയത്. വടകരയിൽ P ജയരാജനെ തീരുമാനിച്ചത് KK രമയടക്കമുള്ളവർ ഒരുമിച്ച് UDF-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏറ്റവും ജനപ്രീതിയുള്ള ജനകീയനായ കണ്ണൂരിലെ നേതാവ് എന്ന നിലയിൽ P ജയരാജനെ, ജില്ലാ സെക്രട്ടറിയോട് P ജയരാജനെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുകയായിരുന്നു. കണ്ണൂരിൽ PK ശ്രീമതി തന്നെയായിരിക്കും ഇപ്പോൾ സിറ്റിംഗ് MP ആണ് PK ശ്രീമതി. PK ശ്രീമതി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. ഒരുപക്ഷെ ഇതോടുകൂടി ഇപ്പോൾ മത്സര രംഗത്തുള്ള ഏറ്റവും മുതിർന്ന നേതാവായി PK ശ്രീമതി വരികയാണ്. PK ശ്രീമതി വിജയിച്ചാൽ CPM-ന്റെ ഒരുപക്ഷെ പാർലമെന്ററി പാർട്ടി നേതാവും ആകുന്നത് PK ശ്രീമതിയാവും. 16ാമത്തെ മണ്ഡലം കാസർഗോഡ് KP സതീഷ് ചന്ദ്രനാണ്. മുൻ MLA കൂടിയായിരുന്ന KP സതീഷ് ചന്ദ്രൻ. ആകെയുള്ള നിലവിലുള്ള സിറ്റിംഗ് MP-മാരിൽ P കരുണാകരന് മാത്രമാണ് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പകരം KP സതീഷ് ചന്ദ്രനായിരിക്കും മത്സരിക്കുന്നത്. CPI-യുടെ 4 സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരവും തൃശ്ശൂരും മാവേലിക്കരയും വയനാടും CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPM-ന്റെ 16 സ്ഥാനാർത്ഥികളെയും നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് കണക്കാക്കുന്നത്.